നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങിയ പൊന്നുരുത്തമ്പാറ മറിയക്കുട്ടിക്ക് കെപിസിസി നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. കെപിസിസി വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയും ചേർന്നാണ് തറക്കല്ലിട്ടത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ AK മാണി, PV സ്കറിയ, MP ഉസ്മാൻ, ജോയ് വെട്ടിക്കുഴി, D. കുമാർ, G. മുനിയാണ്ടി, ഹാപ്പി K. വർഗീസ്, C. സിനോജ്, PK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 200 ഏക്കർ എന്ന സ്ഥലത്ത് മറിയക്കുട്ടിയുടെ പഴയ വീട് പൊളിച്ചാണ് പുതിയത് നിർമ്മിക്കുന്നത്. 5 മാസത്തെ വിധവാ പെൻഷൻ മുടക്കിയതിനെ തുടർന്നാണ് നവംബറിൽ മറിയക്കുട്ടിയും സുഹൃത്ത് അന്നയും പിച്ചച്ചട്ടിയുമായി തെരുവിൽ പ്രതിഷേധിച്ചത്. തുടർന്ന് മറിയക്കുട്ടിക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ നടന്നു. CPM പാർട്ടി പത്രം മറിയക്കുട്ടി ഏറെ ആസ്തിയുള്ള ആളാണെന്ന് പ്രചാരണം നടത്തി. ഇത് തെറ്റാണെന്ന് മറിയക്കുട്ടി തെളിയിച്ചു. ഇതോടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മറിയക്കുട്ടിക്ക് പിന്തുണയുമായി എത്തി. 2 മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് അന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പ്രഖ്യാപിച്ചു. പിന്നീട് നടപടികൾ ഉണ്ടാകാത്തത് സൈബർ ഇടങ്ങളിൽ വലിയ ട്രോളായിരുന്നു. പുതിയ വീടിന് പെർമിറ്റ് കിട്ടാനും വൈദ്യുതി മീറ്റർ താൽക്കാലികമായി മാറ്റാനും താമസിച്ചതിനാലാണ് വീട് നിർമ്മാണം നീണ്ടുപോയതെന്നും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ദ്രുതഗതിയിൽ പണി തീർത്ത് താക്കോൽ കൈമാറുന്നതിനുള്ള ചുമതല അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കാണ്. നിർമ്മാണത്തിന് KPCC അനുവദിച്ച 5 ലക്ഷത്തിൽ ആദ്യ ഗഡുവായ 2 ലക്ഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൈമാറി. വളരെയധികം തടസ്സങ്ങൾ നേരിട്ടെങ്കിലും വീട് നിർമ്മാണം ആരംഭിക്കുകയാണ്. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ഡീൻ കുര്യാക്കോസ് MPയുടെ കോൺഗ്രസ് സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് വീടിന് തറക്കല്ലിട്ടിരിക്കുന്നതെന്നും സുധാകരൻ അറിയിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് സുധാകരൻ വിവരം അറിയിച്ചത്. K. സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പ്രകാരമായിരുന്നു. ക്ഷേമ പെൻഷൻ കിട്ടാത്ത കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ CPM-നാൽ ആക്രമിക്കപ്പെട്ടയാളാണ് മറിയക്കുട്ടിയമ്മ. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിവുകെട്ട ഭരണം മൂലം ദുരിതത്തിലായിരിക്കുന്ന മുഴുവൻ പാവപ്പെട്ടവരെ സഹായിക്കണമെന്നത് പ്രായോഗികമല്ല. എങ്കിലും മറിയക്കുട്ടി അമ്മയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുമെന്ന് KPCC പ്രഖ്യാപിച്ചിരുന്നു. വളരെയധികം തടസ്സങ്ങൾ നേരിട്ടെങ്കിലും വീട് പണി ആരംഭിക്കുകയാണ്. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ഡീൻ കുര്യാക്കോസ് MPയുടെയും കോൺഗ്രസ് സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ആ വീടിന് തറക്കല്ലിട്ടിരിക്കുന്നു. മറിയക്കുട്ടി അമ്മ കോൺഗ്രസ് ആണോ CPM ആണോ BJP ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ മാനുഷിക പരിഗണനയോട് കൂടി കോൺഗ്രസ് പ്രസ്ഥാനം ചേർത്ത് പിടിക്കുകയാണ്. ഭക്ഷണവും മരുന്നും പോലും വാങ്ങാൻ കഴിയാത്ത മറിയക്കുട്ടി അമ്മമാരെ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് KPCC ശക്തമായി ആവശ്യപ്പെടുന്നു. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കുവാനും വയോജനങ്ങൾക്കും മറ്റു പരിപാലനങ്ങൾക്കും അവസരം ഒരുക്കുവാനും സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്.